സംസ്ഥാന ബജറ്റുകൾക്ക് പിന്നാലെ വില കൂടുന്നവ കുറയുന്നവ എന്നിവയുടെ പട്ടിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ കൂടുമെന്ന് പറഞ്ഞതിന് കൂടുമെങ്കിലും കുറയുമെന്ന് പറയുന്നതിന് കുറയുകയോ കുറഞ്ഞാലും ബജറ്റിലെ ഇളവിന് ആനുപാതികമാകുകയോ ചെയ്യാറില്ല. ഇതേ വിധി കേന്ദ്രം ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച GST ഇളവുകളെയും കാത്തിരിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണം ജനങ്ങൾക്കല്ല, വൻകിട ഉൽപ്പാദകർക്കും കമ്പനികൾക്കുമാണെന്നാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ നിരീക്ഷിക്കുന്നത്. പക്ഷേ അതായിരിക്കില്ല ബാലഗോപാലിന്റെ ആശങ്ക. GST കുറയ്ക്കുന്നതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഗുണമുണ്ടാകില്ലെന്ന് പറഞ്ഞതിനു ശേഷം സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുമെന്ന യഥാർത്ഥ ആശങ്കയിലേക്ക് വന്നത്. തീർച്ചയായും രണ്ടും പ്രതിസന്ധിയാണ്, കേന്ദ്രം അഭിസംബോധന ചെയ്യേണ്ടതുമാണ്. ദീപാവലിക്ക് GSTയിൽ വലിയ ഇളവുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചത്. നിലവിലുള്ള 4 GST നിരക്കുകൾ 2ആയി കുറയ്ക്കും. അതായത് 5, 12, 18, 28 എന്നീ നികുതി നിരക്കുകൾ 5, 18 എന്നീ സ്ലാബുകളിലേക്ക് നിജപ്പെടുത്തും. ലോട്ടറി നികുതി 28-ൽ നിന്ന് 40% ആക്കുകയും ചെയ്യും. GST കുറയ്ക്കുന്നതിന്റെ വലിയ ഇളവ് പ്രതീക്ഷിക്കുന്നത് കാറുകളിലാണ്. നിലവിൽ കാറുകളുടെ നികുതി 28%. ഇത് 18ലേക്ക് കുറയുമ്പോൾ 10 ലക്ഷത്തിന്റെ കാറിന് 1 ലക്ഷം രൂപ വരെ വില കുറയുമെന്നാണ് അവലോകനങ്ങൾ. മറ്റു ഉപഭോക്തൃ വസ്തുക്കളുടെ വിലയേക്കാൾ കാറുകളുടേത് കൂടുതലായതുകൊണ്ടും ഓണത്തിനും ദീപാവലിക്കും അതിന്റെ വിൽപ്പന ഉയരുന്നതിനാലുമാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കമ്പനികൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഉപഭോക്താവിന് കിട്ടേണ്ട ഇളവ് തട്ടിയെടുക്കുമോ എന്നറിയില്ല. സ്വർണത്തിന്റെ GST നിലവിലെ 3%-ൽ നിന്ന് 1-2 ആയി കുറയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. GST കുറയ്ക്കുന്നതിലൂടെ വർദ്ധിക്കുന്ന വിൽപ്പന നികുതി വരുമാനം കൂട്ടുമെങ്കിലും സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുമെന്ന് തന്നെയാണ് വിദഗ്ധാഭിപ്രായം. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. പക്ഷേ GST കുറയ്ക്കുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാനുമാകില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്കല്ല കമ്പനികൾക്കാണ് ഗുണം, അമേരിക്കയുടെ താൽപര്യാർത്ഥമാണ് GSTയിൽ അഴിച്ചുപണി നടത്തുന്നത് എന്നീ കാരണങ്ങൾ കൂടി ധനമന്ത്രി ബാലഗോപാൽ ഇതോട് ചേർത്ത് വെക്കുന്നത്. GST കുറച്ചാൽ സാധനങ്ങളുടെ വില കുറയുമെന്ന വാദം അസ്ഥാനത്താണെന്ന് 2017-18 224 ആഡംബര വസ്തുക്കളുടെ നികുതി 28-ൽ നിന്ന് 18ലേക്ക് കുറച്ചിട്ടും മാർക്കറ്റിൽ വില കുറയാതിരുന്നത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സ്ഥാപിക്കുന്നുമുണ്ട്. റെഫ്രിജറേറ്റർ ഉൾപ്പെടെ 25 ഇനങ്ങൾ ഉൾപ്പെടുത്തി ഇക്കാര്യം പരിശോധിച്ചപ്പോൾ ഒന്നിനും വില കുറഞ്ഞില്ലെന്നും GST ഇളവിന്റെ ഗുണമുണ്ടായത് കമ്പനികൾക്കാണെന്നും കേരളം കണ്ടെത്തിയെന്നാണ് മന്ത്രി പറഞ്ഞത്. തൊട്ടടുത്ത വർഷം കേന്ദ്രം സംസ്ഥാനത്തിന് കൂടുതൽ GST നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. നടപ്പാക്കാനിരിക്കുന്ന GST ഇളവിലൂടെ കേരളത്തിന് 8,000 മുതൽ 9,000 കോടി രൂപയുടെ അധിക വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓട്ടോമൊബൈൽ മേഖലയിൽ മാത്രം 1,100 കോടിയുടെ നഷ്ടം, ഇൻഷുറൻസ് പ്രീമിയത്തിൽ 500 കോടി. അതേസമയം ലോട്ടറിയുടെ നികുതി 28-ൽ നിന്ന് 40% ആക്കിയാൽ ലോട്ടറി കച്ചവടം തകരും. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 2 ലക്ഷം പേരുടെ കുടുംബങ്ങളെ ബാധിക്കും. സംസ്ഥാന സർക്കാരിന്റെ വരുമാന നഷ്ടം, സൗജന്യ ചികിത്സ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ പദ്ധതികളെ കൂടുതൽ പരിതാപകരമാക്കും. ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ ആഘാതം കുറയ്ക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മൂല്യം 7.3 ലക്ഷം കോടി രൂപയുടേതാണ്. അതേസമയം ഇറക്കുമതി മൂല്യം 3.94 ലക്ഷം കോടി രൂപ മാത്രം. ഈ അന്തരം ഇല്ലാതാക്കാൻ അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ 70% വരെ കുറവുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യയിൽ നിർമ്മാണ പങ്കാളിത്തമുള്ള ട്രംപിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ കൂടിയാണ് GST ഇളവെന്നും ആരോപണമുണ്ട്. GST കൗൺസിൽ അടുത്ത മാസം 3-4 തീയതികളിൽ ഡൽഹിയിൽ ചേരും. നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുന്ന കേരളം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. GSTയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച സംസ്ഥാന സർക്കാരുകളുടെ നടുവൊടിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു ഫ്രണ്ടും സഹായിക്കാനില്ലാത്ത കാലത്ത് ആഗോള സാമ്പത്തിക നയമാറ്റങ്ങളെ അതിജീവിക്കാൻ തക്കവിധം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണോ എന്ന് പരിശോധിക്കാനുള്ള സമയം കൂടിയാണത്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ടപ്പോൾ ഇന്ത്യയെ ഇടറാതെ നിർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം സാമ്പത്തിക കരുത്ത് ഉറപ്പാക്കിയത് ജനങ്ങളെ ഒരുപോലെ ബലപ്പെടുത്തിക്കൊണ്ടാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യഭദ്രതാ നിയമം, വിദ്യാഭ്യാസ വിവരാവകാശ നിയമങ്ങൾ എന്നിവയൊക്കെ ഇന്നും രാജ്യത്തിന്റെ നട്ടെല്ലായി നിലനിൽക്കുകയാണ്. ആഗോള സാമ്പത്തിക പട്ടം ചൂടുന്നതുപോലെ എളുപ്പമല്ല ആഭ്യന്തര സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നത്. സംസ്ഥാനത്തേക്ക് വന്നാൽ പ്രധാനമായും നികുതിയെയും അടിക്കടി വാങ്ങുന്ന വായ്പകളെയും ആശ്രയിക്കുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥത GST ചർച്ചയിൽ പ്രതിഫലിക്കുന്നുണ്ട്. മറ്റു വരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഉച്ചകോടികളും ആഗോള സംഗമങ്ങളും ഒക്കെ ഇന്ന് വരെ പണം കളഞ്ഞതല്ലാതെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയവൽക്കരണവും പിൻവാതിൽ നിയമനങ്ങളും സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ അധപതനത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. നികുതിയുടെ അർഹമായ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. ഒപ്പം അതുകൊണ്ട് മാത്രം നവകേരളം സാധ്യമല്ലെന്ന് വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയുകയും വേണം.